എല്ലാവർക്കും ജുബി സ്ഫ്യൂഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഡ്രിങ്കിന് പറ്റിയ ഒരു ഹോം മെയ്ഡ് പ്രോട്ടീൻ റിച്ച് പൗഡറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചാൽ ഒരു മാസം സുഖമായിട്ട് ഉപയോഗിക്കാം. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൊടിയേക്കാളും സുരക്ഷിതമായി വിശ്വസിച്ച് കഴിക്കാവുന്നതുമാണ്. നമ്മൾ ഹോർലിക്സ് ഒക്കെ കടയിൽ നിന്ന് വാങ്ങി വെറുതെ കാശ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പൊടി ഉണ്ടാക്കി വെച്ചാൽ പാലിൽ ചേർത്ത് കുടിക്കാവുന്നതാണ്. കുറച്ചൊന്ന് മെനക്കെട്ടാൽ മാത്രം മതി. ഇനി നമുക്ക് തുടങ്ങാം. 1 കപ്പ് ഗോതമ്പ് 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഒരു തുണിയിൽ കെട്ടി മുളപ്പിക്കാനായിട്ട് വെക്കാം. 2 ദിവസം കഴിയുമ്പോൾ മുള വന്ന ഈ ഗോതമ്പ് നമുക്ക് നല്ലതുപോലെ വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷം ചെറു ചൂടോടുകൂടി തന്നെ മിക്സിയിലിട്ട് പൊടിക്കണം. ചൂട് മുഴുവൻ മാറാൻ നിന്നാൽ ഗോതമ്പിൽ ഒരു ഈർപ്പം തട്ടി ശരിക്ക് പൊടിയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ മുളപ്പിച്ച ഗോതമ്പ് ഉപയോഗിച്ചാൽ കൂടുതൽ ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ കിട്ടുന്നതായിരിക്കും. ഇനി ഇത്രയും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഗോതമ്പ് പൊടി ഉപയോഗിച്ചാൽ മതി. ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നല്ലതുപോലെ വറുത്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ പോഷക ഗുണം കുറച്ച് കുറവായിരിക്കും. ഇനി ഈ ഗോതമ്പ് നമ്മളിപ്പോൾ പൊടിച്ചു വച്ചിരിക്കുന്ന ഈ ഗോതമ്പ് നമുക്ക് നല്ലതുപോലെ ഒന്ന് തെല്ലിയെടുക്കണം. തെല്ലിയതിന് ശേഷം ബാക്കി വന്ന പൊടി നമുക്ക് ഒന്നുകൂടി മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് ഒന്നുകൂടി നമുക്ക് അരിച്ചെടുക്കാം. ഇനി ബാക്കി വരുന്നത് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അത് നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാം. ഇത്രയും ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഈ തെള്ളിപ്പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് ബദാം, 1/2 കപ്പ് കപ്പലണ്ടിയും 1 കപ്പ് പഞ്ചസാര പൊടിയും. ഇനി 1 കപ്പ് പാൽപ്പൊടിയും കൂടി ഉണ്ടെങ്കിൽ കൊള്ളാം, ടേസ്റ്റ് കൂടും. കറക്റ്റ് നമ്മുടെ ഹോർലിക്സിൻ്റെ പൊടിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും. ഇനി ബദാമും കപ്പലണ്ടിയും നല്ലതുപോലെ വറുത്തതിന് ശേഷം രണ്ടും കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. മിക്സിയിൽ പൊടിക്കുമ്പോൾ ഒരുപാട് സ്പീഡ് കൂട്ടി ഒത്തിരി നേരം അതിനെ ചൂടാക്കി പൊടിക്കാൻ ശ്രമിക്കരുത്. കാരണം അത് പൊടിയുന്നതിന് പകരം അതിനെ എണ്ണ ഇറങ്ങുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ സ്പീഡിൽ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കറക്കി കൊടുത്താൽ മതി. പൊടിയുന്നുണ്ടോന്ന് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതും കൂടി നല്ലതുപോലെ തെല്ലിയതിന് ശേഷം ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇനി കുറച്ചും കൂടി ടേസ്റ്റ് കൂടാനായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ഇല്ലെങ്കിലും സാരമില്ല, അതിന് വേറൊരു ടേസ്റ്റ് നല്ല ചോക്ലേറ്റ് ടേസ്റ്റ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലതുപോലെ തെള്ളിയെടുക്കണം എല്ലാ പൊടികളും. അല്ലെങ്കിൽ നമ്മൾ പാല് കുടിക്കുമ്പോൾ തരിയായിട്ട് ഇങ്ങനെ കിടക്കുന്നതായിരിക്കും. പൊടി റെഡി ആയിട്ടുണ്ട്. ഹോം മെയ്ഡ് പ്രോട്ടീൻ റിച്ച് പൗഡർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ഗ്ലാസ് പാലിൽ 1 സ്പൂൺ ഇട്ട് ചേർത്ത്, മധുരമൊന്നും ചേർക്കാതെ, കാരണം നമുക്ക് ഇതിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ടല്ലോ. 1 ഗ്ലാസ് പാലിൽ ഇത് ചേർത്ത് കുടിക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ഡ്രിങ്കാണ്, കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ്. അരിച്ചെടുത്തതിൻ്റെ ബാക്കി നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് വെറുതെ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു ലഡുവിൻ്റെ രൂപത്തിലാക്കി കഴിക്കാവുന്നതാണ്. കുറച്ച് ശർക്കര പാനിയോ എന്തെങ്കിലും ഒഴിച്ച് ലഡ്ഡു പോലെ നമുക്ക് ഉരുട്ടിയെടുത്തിട്ട് അത് കഴിക്കാവുന്നത്. വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ, നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.